യഹോവ എലോഹീം സൃഷ്ടാവാം ദൈവം നിൻ വചനത്താൽ ഉളവായെല്ലാം. യഹോവ എല്ലോൻ അത്യുന്നതൻ നീ, നിന്നെ പോലെ മറ്റാരുമില്ല. യഹോവ ശാലോം എൻ സമാധാനം നൽകി നിൻ ശാന്തി എന്നിൽ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. വായിച്ച ഭാഗം എത്ര പേര് കേട്ടായിരുന്നു? നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടെങ്കിലും ഒരു 22-23 വാക്യങ്ങളൊന്ന് വായിക്കാം. അവസാനം വായിച്ച എങ്ങനെയാണ്? ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ശരീരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഏത്? തലയാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് ശരീരം എങ്ങനെ പ്രവർത്തിക്കണമെന്ന്, അല്ലെങ്കിൽ നമുക്ക് എങ്ങോട്ട് നടക്കണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ള ആലോചന പകരുന്നത് ആരാണ്? തലയാണ് നമുക്ക് ഓരോ നിർദ്ദേശങ്ങൾ തന്ന് നമ്മെ വഴി നടത്തുന്നത്. അല്ലാതെ നമ്മുടെ കൈ സ്വയമായിട്ട് ചിന്തിച്ചെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. പക്ഷെ തലയാണ് എന്ത് ചെയ്യുന്നത്? ഓരോ കാര്യങ്ങൾ നമുക്ക് നിർദ്ദേശിച്ച് അതുപോലെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ സഭയോട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും മണവാട്ടിയായിരിക്കുമ്പോൾ നമ്മുടെ കർത്താവ് ആരാണ്? മണവാളനാണല്ലേ, തലയാകുന്ന മണവാളൻ. അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ആ സഭ എന്ന് പറയുന്ന ശരീരമാകുമ്പോൾ നമുക്ക് ശരീരത്തിന്റെ തല ആയിരിക്കുന്നത് പോലെ അത് കർത്താവ് നമുക്ക് എന്താണ്? ഒരു തലയായിട്ട് നിൽക്കണം. അല്ലെങ്കിൽ സഭയ്ക്ക് ഒരു തലയായിട്ട് ആരുണ്ട്? കർത്താവായ യേശുക്രിസ്തു നമുക്കുണ്ട്. അങ്ങനെയെങ്കിൽ ആ ഒരു തലയായിട്ട് ഇരിക്കുന്ന ആ വ്യക്തി, അല്ലെങ്കിൽ കർത്താവ് പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം? സഭയാകുന്ന മണവാട്ടിയാകുന്ന നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം? അതിനെ അനുസരിക്കണം. അല്ലെങ്കിൽ കർത്താവ് നമ്മെ സ്നേഹിച്ചതുപോലെ, അല്ലെങ്കിൽ കർത്താവ് നമ്മെ എങ്ങനെയാണ് സ്നേഹിച്ചതെന്ന് നമുക്ക് വായിക്കാം. അതിന്റെ 26-ാമത്തെ വാക്യം കൂടെ വായിക്കാം. അവിടെ ഇങ്ങനെ ലാസ്റ്റ് ഇങ്ങനെ അവൾക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവ് എങ്ങനെ സഭയെ സ്നേഹിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും നമുക്ക് നോക്കേണ്ട ആവശ്യം. കർത്താവിന്റെ ജീവനെ കൊടുത്തു. അല്ലെങ്കിൽ കർത്താവ് എനിക്ക് വേണ്ടി, അല്ലെങ്കിൽ കർത്താവ് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, കർത്താവ് മുഴുവൻ വ്യക്തികൾക്കും വേണ്ടി എന്ത് ചെയ്ത് തന്നെത്താനെ ജീവനെ കൊടുത്ത് സ്നേഹിച്ച ദൈവം. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, നമ്മുടെ തലയാകുന്ന കർത്താവ് എന്ത് പറയുന്നു അതുംപടി നമ്മൾ എന്ത് ചെയ്യണം? അതുംപടി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഓരോ തീരുമാനങ്ങൾ എടുക്കണം. അതുപോലെ തന്നെ നമ്മൾ എങ്ങനെ ആയിത്തീരണം എന്ന് ആരാഗ്രഹിക്കുന്നു? കർത്താവ് വളരെ വ്യക്തമായിട്ട് കർത്താവിന് പ്ലാനിങ് ഉണ്ട്. കാരണം നമ്മൾ എങ്ങനെയൊക്കെ നടക്കണം, എന്തെല്ലാം ചെയ്യണം എന്ന്, സഭ എങ്ങനെയായി തീരണം എന്നുള്ള പ്ലാനിങ് ആർക്കുണ്ട്? കർത്താവിനുണ്ട്. ആ കർത്താവ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹത്തെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചറിഞ്ഞ് അതുപോലെ സ്നേഹിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ വചനം പറഞ്ഞ ഇങ്ങനെയാണ്, കർത്താവ് സ്നേഹിക്കുന്നത് പോലെ നമ്മൾ സ്നേഹിക്കണം. കർത്താവ് സ്നേഹിക്കുന്നത് പോലെ എന്ത് ചെയ്യണം? നമ്മളും സ്നേഹിക്കണം. കാരണം നമ്മൾ കർത്താവിൻ്റെ മക്കളാണ്, അല്ലെങ്കിൽ കർത്താവിൻ്റെ മണവാട്ടികളാണ്. കർത്താവ് മണവാളനായിട്ട് ഇരിക്കുമ്പോൾ നമ്മളിവിടെ സഭയാകുന്ന മണവാട്ടി എന്ത് ചെയ്യണം? മണവാളൻ പറയുന്ന കാര്യങ്ങളെ അനുസരിക്കണം. നമുക്ക് എത്ര പേർക്ക് കർത്താവ് പറയുന്ന കാര്യത്തെ അനുസരിക്കാനായിട്ട് കഴിയുന്നുണ്ട്? പലപ്പോഴും നമ്മൾ അതിനെന്താണ്? പലപ്പോഴും നമുക്ക് അനുസരിക്കുവാനായിട്ട്, അതിന് കീഴ്പ്പെടാനായിട്ടെല്ലാം എന്താണ് വളരെ ബുദ്ധിമുട്ടായിരിക്കുന്ന സാഹചര്യമാണെങ്കിലും ഇവിടെ വചനം പറയുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിന് കീഴ്പ്പെട്ടിരിക്കണം. സഭയാകുന്ന മണവാട്ടി നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം? നമ്മൾ കർത്താവിന് കീഴ്പ്പെട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കർത്താവിനെ സ്നേഹിക്കാനായിട്ട് കർത്താവ് നമ്മെ ഓരോരുത്തരും എന്ത് ചെയ്യും? അതിനുവേണ്ടി നമ്മെ ഓരോരുത്തരും എടുത്ത് കർത്താവിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കും. നമ്മൾ കീഴ്പ്പെട്ടില്ല എങ്കിൽ എന്ത് ചെയ്യും? ആ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിലോട്ട് വെളിപ്പെടത്തില്ല. ഇവിടെ ആദ്യം വായിച്ചതുപോലെ എന്താണ്? ഭാര്യമാരെ കർത്താവിന് എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടണം. നമുക്ക് എത്ര പേര് നമ്മൾ ആദ്യം തന്നെ ചിന്തിക്കുക, നമ്മൾ കർത്താവിന് കീഴ്പ്പെടാറുണ്ടോ? ഭർത്താവിനല്ല, കർത്താവിന് നമ്മൾ എത്ര പേര് കീഴ്പ്പെടാറുണ്ട്? നമ്മൾ പലപ്പോഴും നമ്മളൊന്ന് ആലോചിക്കാം, നമ്മെ ഈ ലോകത്ത് നിന്ന് വിളിച്ച് വേർതിരിച്ച എൻ്റെ കർത്താവിനെ ഞാൻ കീഴ്പ്പെടണം. കർത്താവ് പറയുന്ന കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യണം? അനുസരിക്കണം. കർത്താവിന് ഞാൻ അനുസരിക്കുകയാണെങ്കിൽ കർത്താവിൻ്റെ മഹത്വം എന്നോട്ടൊന്ന് വെളിപ്പെടും. കാരണം ഞാൻ എന്നെ തന്നെ ഒന്ന് മാറ്റി വെച്ച്, അല്ലെങ്കിൽ ഞാനാകുന്ന ഈ സ്വഭാവത്തെ ഒന്ന് മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യണം? കർത്താവിന് കീഴ്പ്പെട്ടിരിക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരും അതിനു വേണ്ടിയിട്ട് ഒരുങ്ങണം. അങ്ങനെയെങ്കിൽ ഇവിടെ ലാസ്റ്റ് പറയുന്നത് പോലെ നമ്മൾ ഓരോരുത്തരും ഈ സഭ എങ്ങനെ കർത്താവിന് കീഴ്പ്പെട്ടിരിക്കുന്നു അതുപോലെ എന്ത് ചെയ്യണം? ഭാര്യമാര് ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടണം. എത്ര കേട്ടായിരുന്നു? കർത്താവ് അല്ലെങ്കിൽ സഭ എങ്ങനെ കീഴ്പ്പെട്ടിരിക്കുന്നു, കർത്താവിന് എങ്ങനെ സഭ കീഴ്പ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ മണവാളനാകുന്ന
കർത്താവിന് എങ്ങനെ സഭ ഒരു മണവാട്ടിയാണെങ്കിൽ ആ മണവാട്ടി എങ്ങനെ കീഴ്പ്പെട്ടിരിക്കുന്നു, അതുപോലെ എന്ത് ചെയ്യണം, ഭാര്യമാരും ആർക്ക് കീഴ്പ്പെടണം, ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കണം. അതുപോലെ അവസാനം അതിൻ്റെ അടുത്ത വാക്യം ഇങ്ങനെ പറഞ്ഞ്, കർത്താവ് എങ്ങനെ സ്നേഹിച്ചെന്ന് പറഞ്ഞു, സ്വന്തം ജീവനെ കൊടുത്ത് എന്ത് ചെയ്തു, സഭയെ സ്നേഹിച്ചു. തൻ്റെ മണവാട്ടിയെ സ്വന്തം ജീവനെ കൊടുത്ത് സ്നേഹിച്ചതുപോലെ ആര് സ്നേഹിക്കണം, ഭർത്താക്കന്മാരും ഭാര്യമാരെ സ്നേഹിക്കണം. അപ്പോൾ നമ്മൾ വിചാരിക്കും ആദ്യം ഭാര്യ എന്നെ കീഴ്പ്പെട്ടാൽ ഞാൻ എന്ത് ചെയ്യാം, തിരിച്ച് സ്നേഹിക്കാമെന്ന് വിചാരിക്കും. അതുപോലെ തന്നെ എന്നെ ഭർത്താവ് സ്നേഹിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, തിരിച്ചങ്ങോട്ട് സ്നേഹിക്കാമെന്നും ചിന്തിച്ച് ആരും ഇരിക്കണ്ട. കാരണം ദൈവം പറഞ്ഞ് നമ്മൾ ഒരു വ്യക്തിക്ക് ശ്വാസം അങ്ങോട്ടും പോകും, അത് നിലച്ചു പോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, തിരിച്ചെടുക്കാനായിട്ട് കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യണം, നമ്മൾ ഓരോരുത്തരും അന്യോന്യം കർത്താവ് സഭയോട് സ്നേഹിച്ചതുപോലെ നമ്മൾ പരസ്പരം സ്നേഹിച്ച് കീഴ്പ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ അതങ്ങനെ ജീവിക്കുന്നതാണ് കർത്താവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കുടുംബജീവിതം. കുടുംബജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പരസ്പരം കുറവുകളെല്ലാം ഉണ്ടാകും. ഭാര്യയ്ക്കായിരുന്നാലും ഭർത്താവിനായിരുന്നാലും ഓരോരുത്തർക്കും പല കുറവുകളും കൂടെ ഉണ്ട്. എങ്കിലും മനുഷ്യനാണ്, കുറവുകൾ കാണും. എങ്കിലും എന്ത് ചെയ്യണം, ആ കുറവോടുകൂടി സ്നേഹിക്കണം. അതുപോലെ നമ്മൾ കർത്താവ് സ്നേഹിച്ചത് എങ്ങനെയാണ്, നമ്മൾ ഇരിക്കുന്ന ഓരോരുത്തർക്കും അനേക കുറവുകളുണ്ട്. പക്ഷെ ആ കുറവോട് കൂടെയാണ് ആര് സ്നേഹിച്ചത്, കർത്താവ് യേശുക്രിസ്തു നമ്മെ ഓരോരുത്തരും സ്നേഹിച്ചു. അങ്ങനെയെങ്കിൽ നമ്മൾ ഈ ജീവിതത്തിലോട്ട് ആയിരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, അനേക കുറവുകൾ ഉണ്ട് എങ്കിൽ അതിനെ പരസ്പരം സ്നേഹത്തോടെ അതിനെ കുറവുകളെ ക്ഷമിച്ച് മുന്നോട്ട് പോകാനായിട്ട് കുടുംബജീവിതത്തിൽ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ കർത്താവിനെ എങ്ങനെ സ്നേഹിക്കണം, നമ്മൾ ഓരോരുത്തരും തന്നെ താഴ്ത്തി കർത്താവിനെ ആ മഹത്വം കൊടുത്തുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കണം. അങ്ങനെയെങ്കിൽ നമ്മളെ ഓരോരുത്തരും ജീവിതത്തിലും കർത്താവ് വലിയ അത്ഭുതങ്ങളെ ചെയ്യുവാനായിട്ട് മതിയാവും.